ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കൊച്ചു നോമ്പുകാല ചിന്തകൾ ഇന്ന് 19-ാം ദിവസം. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്? ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാക്കുക എന്നാൽ നമ്മുടെ പഴയ ജീവിത രീതി ഉപേക്ഷിച്ച് ദൈവമായുള്ള പുതിയ ബന്ധത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. അത് ഹൃദയത്തിൻ്റെയും ചിന്തകളുടെയും മാറ്റമാണ്. പഴയ പാപ സ്വഭാവങ്ങളെ, ദുശീലങ്ങളെ, തെറ്റായ ജീവിത രീതികളെ എന്നിവയൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും ആശ്രയിച്ച് ജീവിക്കുക എന്നതാണ് പുതിയ സൃഷ്ടിയാകുമ്പോൾ സംഭവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്ന് സ്നേഹവും നീതിയും നന്മയും നിറഞ്ഞ ജീവിതം നയിക്കുക. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായവർക്കാണ് നിത്യജീവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ നോമ്പുകാലം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു സമയം ആകട്ടെ. ഇന്ന് ചിന്തയിലും വാക്കിലും പെരുമാറ്റത്തിലും വളരെ ചെറിയ എന്നാൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. ചുറ്റുമുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്ന ചെറിയ ഉപകാരങ്ങൾക്ക് പോലും എല്ലായ്പ്പോഴും നന്ദി പറയുവാനും നമ്മൾ മൂലമുള്ള ചെറിയ വേദനകൾക്ക് പോലും ക്ഷമ ചോദിക്കുവാനുമുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം ശ്രവിക്കാം. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ.